On 12th May 2025, UK government published white paper policy document called Restoring Control over Immigration System. ഈ ഡോക്യുമെന്റിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ടു റെഡ്യൂസ് നെറ്റ് മൈഗ്രേഷൻ ഫോക്കസിംഗ് ഓൺ ഹയർ സ്കിൽസ്, പിന്നെ അതുപോലെ തന്നെ ടു ബ്രിങ് സ്ട്രോങ് കൺട്രോൾ ഇൻ ഇമിഗ്രേഷൻ സിസ്റ്റം. 1 ജൂലൈ 2025 UK ഗവൺമെന്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ പറഞ്ഞ പ്രൊപ്പോസലിൽ മെയിൻ കുറെ കാര്യങ്ങൾ ഇപ്പോൾ റൂളായി മാറാൻ പോവാണ് ഫ്രം 22 ജൂലൈ 2025. ഇതിൽ വരുന്ന ഫസ്റ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഹയർ സ്കിൽസ് ആൻഡ് സാലറി ത്രെഷോൾഡ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്കിൽ വർക്കർ വിസ എടുക്കണമെങ്കിൽ നമ്മളുടെ സ്കിൽ ഷുഡ് ബി എബോ RQF ലെവൽ 6 ഓർ എബോ. അതായത് RQF ലെവൽ 6 എന്ന് പറയുന്നത് നമ്മളൊരു ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്കിൽ വർക്കർ വിസ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആവുള്ളൂ. മുന്നേ എന്ന് വെച്ചാൽ RQF ലെവൽ 6 താഴെ, അതായത് RQF ലെവൽ 3 and 5 ക്വാളിഫൈഡ് ആയിരിക്കുന്ന ജോലി നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ആ ക്വാളിഫിക്കേഷനിൽ വരുന്ന കാറ്റഗറീസിന് 180 ജോബ്സ് റിമൂവ് ചെയ്യാൻ പോകണം. അതിൽ മെയിൻ ആയിട്ട് വരുന്നത്, അതായത് ഒരുപാട് ആൾക്കാർ സ്കിൽ വർക്കർ വിസ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ അവരെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഞാൻ റിമൂവ് ചെയ്യാൻ പോകുന്ന ജോബ് കോഡ്സ് പറഞ്ഞുതരാം. അതായത് ഹോട്ടൽ ആൻഡ് അക്കോമഡേഷൻ മാനേജേഴ്സ് ആൻഡ് പ്രൊപ്പറേറ്റേഴ്സ്, റെസ്റ്റോറന്റ് ആൻഡ് കാറ്ററിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് മാനേജേഴ്സ് ആൻഡ് പ്രൊപ്പറേറ്റേഴ്സ്, ട്രാവൽ ഏജൻസി മാനേജേഴ്സ് ആൻഡ് പ്രൊപ്പറേറ്റേഴ്സ്, മാനേജേഴ്സ് ഇൻ സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസ്, ഫിറ്റ്നസ് ആൻഡ് വെൽബീയിങ് ഇൻസ്ട്രക്ടേഴ്സ്, ഈവന്റ് മാനേജേഴ്സ് ആൻഡ് ഓർഗനൈസേഴ്സ്, ഷെഫ് ആൻഡ് കാറ്ററിംഗ് ബാർ ആൻഡ് മാനേജേഴ്സ്, ഷോപ്കീപ്പേഴ്സ് ആൻഡ് ഓണേഴ്സ്, റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ, സെയിൽസ് സൂപ്പർവൈസർ, അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് സൂപ്പർവൈസർ, ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സ്. സോ നമ്മൾക്കറിയാം, അതായത് ഈ ഹോട്ടൽ റിലേറ്റഡ് ആയിട്ട്, അതായത് റെസ്റ്റോറൻറ്റ് മാനേജേഴ്സ്, അതുപോലെ തന്നെ ഷെഫ്, ഇതിലേക്കൊക്കെ ഒരുപാട് ആൾക്കാർ വിസ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഇമിഗ്രൻസിന് ഇത് ഭയങ്കരമായ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി ഇപ്പൊ ഈ റൂട്ടിലുള്ള ആൾക്കാർ, ഇപ്പൊ ഈ ഹോട്ടൽ അല്ലെങ്കിൽ ഷെഫായിട്ടൊക്കെ ഇപ്പൊ നിൽക്കുന്നവർക്ക് ഇത് ബാധകമല്ല. അവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിലും ഇത് സാധിക്കും. അതുപോലെ തന്നെ സാലറി ത്രെഷോൾഡും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് സ്കിൽ വർക്കർ വിസ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആനുവൽ സാലറി 38,700 നിന്ന് 41,700 കൂടി അറൌണ്ട് 3,000 പൗണ്ടിന്റെ ചേഞ്ചസ് അവിടെ വന്നു. ന്യൂ എൻട്രൻസ് സാലറി ത്രെഷോൾഡ് 30,960 ആയിരുന്നത് 33,400 ആക്കി. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു സ്കിൽ വർക്കർ റൂട്ടിലാണ്, അപ്പോൾ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിരുന്ന സാലറി എന്ന് പറയുന്നത് 29,000 ആയിരുന്നു. അത് എന്നുള്ളത് 31,300 ആക്കി. അപ്പോൾ നിങ്ങൾക്കൊരു എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് ആനുവൽ സാലറി 31,300 തരാൻ റെഡിയാണെങ്കിൽ മാത്രമേ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ റൂൾ ചേഞ്ചിന് ശേഷം, അതായത് 22 ജൂലൈ 2025 ശേഷം വരുന്ന COSലൊക്കെ ഈ സാലറി ത്രെഷോൾഡും അതുപോലെ തന്നെ ജോബ് കോഡും ശ്രദ്ധിച്ചിട്ട് വേണം അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കെയറേഴ്സിന്റെ ഓവർസീസ് റിക്രൂട്ട്മെന്റ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ബട്ട് നിങ്ങൾ ഓൾറെഡി കെയർ വിസയിൽ UK ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, സ്വിച്ച് ചെയ്യാം, ബട്ട് ടിൽ 2028. നേരത്തെ പറഞ്ഞ പോലെ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് മെല്ലെ കുറച്ചുകൊണ്ടിരിക്കാൻ പോവാണ്. അതിന് പകരം ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പോവാണ്. പക്ഷേ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് ഓൺലി ടിൽ 2026. അതായത് UK ഗവൺമെന്റിന്റെ ഇക്കോണമിന്റെ ബെനിഫിറ്റ് അതുപോലെ തന്നെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഷോർട്ടേജ് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂറ്റി, അതിപ്പം 2026 ശേഷം റീറ്റെയിൻ ചെയ്യണോ എന്നുള്ളത് മൈഗ്രേഷൻ അതോറിറ്റി കമ്മിറ്റിന്റെ കൺഫർമേഷന് ശേഷം മാത്രമേ ഗവൺമെന്റ് അത് കൺസിഡർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ വൈറ്റ് പേപ്പർ പോളിസി ഡോക്യുമെന്റിൽ പ്രൊപ്പോസൽ ചെയ്തിരിക്കുന്ന നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ILR 5 ഇയറിന് 10 ഇയറിലേക്കുള്ള പ്രൊപ്പോസലും അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് വിസ പീരീഡ് 2 ഇയറിന് 1.5 ഇയർ ആക്കുന്ന പ്രൊപ്പോസലും സ്റ്റിൽ അണ്ടർ കൺസിഡറേഷൻ. അതിനെക്കുറിച്ച് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിലൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷെ എന്നാലും ഈ ഇയർ എൻഡിൽ ഒരുപാട് ഡിസ്കഷൻസും കാര്യങ്ങളും പുതിയ മാറ്റങ്ങളും വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ വൈറ്റ് പേപ്പർ ഡോക്യുമെന്റിൽ വന്ന വേറൊരു പ്രൊപ്പോസൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ISC, അതായത് ഇമിഗ്രേഷൻ സ്കിൽ ചാർജിന്റെ ചാർജ് കൂട്ടുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതും ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിൽ വന്നിട്ടില്ല. പിന്നെ ലാംഗ്വേജ് പ്രൊഫഷൻസി, അതായത് ഡിപ്പെൻഡൻസ് ജോയിൻ ചെയ്യുമ്പോൾ ആ ഡിപ്പെൻഡൻസും ലാംഗ്വേജ് പ്രൊഫഷൻസി മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു പ്രൊപ്പോസൽ ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ടും ഈ പറഞ്ഞ ചേഞ്ചസിൽ വന്നിട്ടില്ല. മേ ബി ഈ ഇയർ എൻഡിൽ വരുന്ന ഡിസ്കഷനിലും ആ ഒരു മാറ്റങ്ങളിലും ചിലപ്പം വരാൻ സാധ്യതയുണ്ടായിരിക്കും. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പൊ അതിൽ മെയിൻ എൻക്വയറി ഇതുപോലെ തന്നെ കെയർ വിസയിൽ ഓൾറെഡി ഉള്ളവർക്ക് ഇത് ബാധിക്കുമോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വിച്ച് ചെയ്യാൻ പോകുന്നവർക്ക് പുതിയ റൂളാണോ ബാധിക്കുക അതോ പഴയ റൂളാണോ ബാധിക്കുക, ഇങ്ങനത്തെ കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഈ റൂട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് എഫക്റ്റ് ആവില്ല, അതായത് നിങ്ങൾക്ക് ഇത് ഇമ്പാക്ട് ചെയ്യില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ വിസ എക്സ്പയർ ആവണം, അതായത് 2028 മുന്നേ നിങ്ങൾക്ക് വിസ എക്സ്പയർ ആവണം, നിങ്ങൾക്കത് എക്സ്റ്റെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ വേറെ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് 2028 വരെ.
സോ എന്തായാലും വരും ദിവസങ്ങളിൽ ഒരുപാട് എൻക്വയറീസും ഒരുപാട് ഇതുപോലെ ആൾക്കാർ ഡൗട്ട്സ് റേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതായത് കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട്സ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഇനി അതുപോലെ ഷെയർ ചെയ്യാം. എന്തായാലും പുതിയ നിങ്ങൾ ഇമിഗ്രേഷൻ സ്റ്റെപ്സ് എടുക്കുന്നതിന് മുമ്പ് ഗെറ്റ് പ്രോപ്പർ അഡ്വൈസ് ആൻഡ് സബ്മിറ്റ് യുവർ അപ്ലിക്കേഷൻ.